സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് സഭ ഒരു മർമ്മം എന്നാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ പൗലോസ് പറയുന്നു, ജാതികളോട് സുവിശേഷം അറിയിച്ചതിനാൽ താൻ കാരാഗൃഹത്തിലായിരിക്കുന്നു. റോമയിലെ തടവറയിൽ നിന്നാണ് ഇപ്പോൾ പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ജാതികളോട് സുവിശേഷം അറിയിച്ചതിനാലാണ് താൻ ബദ്ധനായിരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുന്നു, തനിക്ക് വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ കുറിച്ചൊരു മർമ്മം അറിയായി വന്നു. അത് ഇപ്പോൾ തന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു വന്നതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല എന്ന് നമ്മളിവിടെ വായിച്ചു പഠിച്ചു. ആ മർമ്മം എന്താണെന്ന് പറഞ്ഞാൽ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും കൂട്ടവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും ആയി തീരും എന്നുള്ള മർമ്മം. ഏക ശരീരസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന ആ ഒരു ശരീരത്തിന്റെ അംഗം, ക്രിസ്തു തലയും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ ക്രിസ്തുവിൽ എല്ലാവരും ഒരേ അംഗങ്ങളായിരിക്കും, അല്ലെ ഒരേ ശരീരമായിരിക്കുന്ന ഒരവസ്ഥ. ഏക ശരീരത്തിന്റെ പല അവയവങ്ങൾ ആയിരിക്കുന്ന ഒരവസ്ഥ. ഏക ശരീരസ്ഥരും ക്രിസ്തുവിൻ കൂട്ടവകാശികളും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകും എന്നുള്ള ആ സുവിശേഷത്താൽ ആ ഒരു മർമ്മത്തെ കുറിച്ചാണ് പൗലോസിന് വെളിവായി വന്നത് എന്ന് പറയുന്നു. ആ മർമ്മത്തിൽ വരുമ്പോൾ ഏകശരീരസ്ഥ പറഞ്ഞ അവിടെ യഹൂദനെന്നോ യവനനെന്നോ മറ്റ് ആരെന്നോ ആണോ പെണ്ണോ ഒന്നും ഒരു വ്യത്യാസമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ മർമ്മം. നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. ആ സുവിശേഷം ഏത് സുവിശേഷത്തിനോ? ജാതികൾ ക്രിസ്തുവേശുവിൽ സുവിശേഷത, ജാതികൾ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും ഭക്തൻ പങ്കാളികളും ക്രിസ്തുവിൻ കൂട്ടവകാശികളും ആയിത്തീരും എന്ന ആ സുവിശേഷത്തിന് താനും അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, യേശു ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം ആ ദൈവത്തിന്റെ കൃപാദാനത്താൽ ആ സുവിശേഷന് താനും ശുശ്രൂഷകൻ ആയി തീർന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ദാസൻ എന്ന അർത്ഥത്തിലാണ്. സെർവന്റ് ഓഫ് ഗോഡ്, ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ ദൈവത്തിന്റെ കൃപയുടെ ദാനത്താൽ തനിക്ക് ലഭിച്ച ഒരു ശുശ്രൂഷയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, തൻ്റെ ആ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ പൗലോസിന് തൻ്റെ ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നും പറയുവാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം 1 കൊരിന്ത്യർ 15 വായിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും വായിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് പൗലോസ് പറയുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചവന് ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് പോലും യോഗ്യനല്ല. എങ്കിലും ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. തനിക്ക് എപ്പോഴും ആ ദൈവം തന്ന ഒരു വലിയ കൃപയെക്കുറിച്ച് എപ്പോഴും ബോധ്യവാനായിരുന്നു. തൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഏതവസ്ഥയിൽ നിന്നാണ് ദൈവം തന്നെ ഇതിലേക്ക് അനയിച്ചത്, അല്ലെങ്കിൽ ജാതികളുടെ അപ്പോസ്തലനായി അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനായി ദൈവത്തിന്റെ ഒരു ദാസനായി തിരഞ്ഞെടുത്തതെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണല്ലോ 2 കൊരിന്ത്യർ 4-ാം അധ്യായം, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയ ഞങ്ങൾ ധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തേച്ചും ദൈവത്തെ കൂട്ടുചേർക്കാതെയും ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പാകെ ദൈവത്തിന്റെ സത്യം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ സത്യം ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മായവുമില്ലാതെ ഒരു വഞ്ചനയുമില്ലാതെ എല്ലാ ലജ്ജാകരമായ രഹസ്യങ്ങളെയൊക്കെ ത്യജിച്ചുകൊണ്ട് താൻ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ കാര്യം? തനിക്ക് താൻ തന്നെ ഉണ്ടാക്കിയ എന്തോ അല്ല, തനിക്ക് ദൈവത്താൽ
നിയോഗിതനായി ദൈവത്തിന്റെ കൃപയാലാണ് തനിക്ക് ഈ ശുശ്രൂഷ ലഭിച്ചതെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പൗലോസിനെ പോലെ ഉൾവിളി ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ ഒരു ബോധ്യമുള്ളവരായിരുന്നു എങ്കിൽ നമുക്ക് ഈ ലജ്ജാകരമായ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല. കാരണം അങ്ങനെ എല്ലാ വിശ്വാസികളും അതുപോലെ എല്ലാ ശുശ്രൂഷന്മാരും ദൈവം തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ, ആ മഹത്വകരമായ ശുശ്രൂഷ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ ദൈവവചനത്തെ ഒരിക്കലും ഒരു കലർപ്പും ഇല്ലാതെ ഈ ലോകത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായിത്തീരും. പൗലോസ് പറയുന്നു, അവന്റെ ശക്തിയുടെ വ്യാകാര പ്രകാരം, ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവത്തിന്റെ കൃപയാലുമാണ് സുവിശേഷം ഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവത്തിന്റെ കൃപയാലും ദൈവവചനം ഘോഷിക്കുന്നിടത്ത് മാത്രമേ വചനത്തിന്റെ വ്യാപാരം ഉണ്ടാവുകയുള്ളൂ. കാരണം അത് മനുഷ്യരുടെ വചനമല്ല, ഈ സ്വർഗത്തിൽ എന്നേക സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഈ വചനമാണ് ദൈവം തന്റെ ശുശ്രൂഷകളിലൂടെ തന്നിലേക്ക് ജനത്തെ ആകർഷിക്കുന്നതിനു വേണ്ടി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു കൂട്ടത്തെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനമാണ്. അത് മനുഷ്യർ എങ്ങനെ പറയുന്നു, നാം ദൈവത്തിന്റെ ഒരു കയ്യിലെ ഒരു ഉപകരണം എന്നല്ലാതെ നമ്മളുടെ വാക്ചാതുര്യം കൊണ്ടോ നമ്മളുടെ ആ വാക്കുകൾ പ്രയോഗിക്കാനുള്ള ആ പ്രാഗൽഭ്യം കൊണ്ടോ നമ്മുടെ എന്തോ കൊണ്ടോ വചനത്തിൽ നമുക്കൊന്നും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ചിലപ്പോൾ ചില സെൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ എന്താ പറയുക, വൈകാരികമായി അവരെ ആ ഒരു വൈകാരിക ഒരു ഭാവത്തിലേക്ക് മാറ്റുവാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധ്യമാവുകയില്ല. ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും മാത്രമേ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലാക്കി മാറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ പൗലോസ് പറയുന്നു, ഇത് ദൈവത്തിന്റെ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവത്തിന്റെ കൃപയാലുമാണ് താൻ സുവിശേഷം അറിയിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഇടത്തെ ദൈവത്തിന്റെ വചനം പ്രവൃത്തിയിൽ വരികയില്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവ് പറയുന്നുണ്ട്, അവിടെ ലൂക്കോസ് പറയുന്നത് ശക്തി ലഭിച്ചിട്ട് അല്ലേ, അവിടെ ഞാൻ വായിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്? സാക്ഷികളായി തീരുവാനായിട്ടാണ്. ആരാധിക്കാനല്ല ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അതും അതിന്റെ കൂട്ടത്തിലുള്ളതാണെങ്കിലും ശക്തി ലഭിക്കുന്നത് സാക്ഷികളായി തീരുവാനാണ്. ശക്തി ലഭിച്ചവർ സാക്ഷികളായി തീരും. അതുപോലെ തന്നെ നമ്മള് കൊലോസ്യ ലേഖനത്തിലെ 1-ാം അധ്യായം 28, അധികം വാക്യങ്ങൾ വായിക്കുന്നില്ല, 1:28-29 ഞാൻ വായിച്ചു പോകാം. അപ്പൊ അവിടെ പൗലോസ് പറയുന്നു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിക്കൊത്തവണ്ണം ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വായിക്കാം, 1:28 കൊലോസ്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നത്, ആരെ? ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നത്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തിരഞ്ഞവനായി തീരുക. നമ്മള് എഫേസ്യ ലേഖനത്തിന്റെ ഭാഷകൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിനു വേണ്ടി നമുക്കറിയാം, പൗലോസ് അനേകരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുകയും അനേക സഭ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും പിന്നെയും താൻ വീണ്ടും വീണ്ടും താൻ പോയ സ്ഥലത്തേക്ക് പോയി ശിഷ്യന്മാരെ ഉറപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ. അന്ന് അവർക്ക് വചനമില്ലായിരുന്ന സമയത്ത് വീണ്ടും പോയി അവരെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പം കുറെ ശിഷ്യന്മാരെ സമ്പാദിക്കുകയല്ല, അല്ലെങ്കിൽ കുറെ വിശ്വാസികളെ സമ്പാദിക്കുകയല്ല, വെറും കേവലം വിശ്വാസികളായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല, അവര് പരിജ്ഞാന പൂർണ്ണതയിലെത്തണം, ക്രിസ്തു എന്ന തലയോളം വളരണം.
പൗലോസ് പറയുന്നത് ഇത് തന്റെ ദൈവത്തിന്റെ കൃപാദാനത്താലാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്, ഞാൻ സ്വയമായി ഒന്നും നേടിയതല്ല. നമ്മൾ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. അവിടെ ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം സകലവും ഛേദമെന്നു. പലർക്കും ജഡത്തിൽ പ്രശംസിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ക്രിസ്തുവിലേക്ക് വരുമ്പോ, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ അവിടെ എങ്ങനെയായിരുന്നു? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി മഹാപുരോഹിതനിൽ നിന്ന് അധികാരപത്രമൊക്കെ വാങ്ങിച്ച് ദമസ്കോസിലേക്ക് യാത്രയായപ്പെടുന്ന ആ സമയത്താണ് പൗലോസ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത്. അതുവരെ താൻ ആരൊക്കെയോ ആയിരുന്നു എന്നുള്ള ചിന്ത പൗലോസ് ഉണ്ടായിരുന്നു. സന്നിധി സംഘത്തിലെ ഒരു മെമ്പർ ആയിരുന്നു. അങ്ങനെ താൻ ആരൊക്കെയോ ആണെന്നുള്ള, ഗമാനികളുടെ കാൽക്കൽ ഇരുന്ന് വചനം പഠിച്ചവൻ, അങ്ങനെയൊക്കെ ഒരു ചിന്ത പൗലോസ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ നേടിയ ശേഷം പറയുന്ന, ഞാൻ നമ്മളെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ ലഭിച്ചു കഴിഞ്ഞവനെന്നോ തികഞ്ഞവനായി തീർന്നവനോ എന്നല്ല, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിനാൽ എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് പിന്തുടരുന്നതേ ഉള്ളൂ. എന്റെ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. പിമ്പിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ ആ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നെന്നാ പറയുന്നത്. കാരണം പൗലോസ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട്, പണ്ടൊരു ശൗര്യം ഉള്ളവനായിരുന്നല്ലേ, സിംഹത്തെ പോലെ ശൗര്യമുള്ള ഒരു പൗലോസ് ആ പൂച്ചയെ പോലെ, പൂച്ചയുടെ സ്വഭാവമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ. ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. ഇവിടെ താഴെ വാക്യത്തിൽ പറയുന്നുണ്ട്, 8-ാമത്തെ വാക്യത്തിൽ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. കാരണം തന്നെ കുറിച്ച് പൗലോസിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. നാം കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മളെ കൂടെ നോക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ കുറിച്ച് പൂർണ്ണ ബോധ്യം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പൗലോസാർ അപ്പല്ലോസാർ നിങ്ങൾ വിശ്വസിപ്പാൻ തക്കോണം കർത്താവ് കൃപ നൽകിയതോളം ഞങ്ങൾ ശുശ്രൂഷക്കാരത്രേ എന്ന് പറയുന്നുണ്ട്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ആകാൽ നടുന്നവനും വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:10 വായിച്ചു വിടാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തർ നോക്കണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണമാണ്. അല്ലാതെ എൻ്റെ സാമർഥ്യമോ മിടുക്കും കൊണ്ട് ഒന്നുമല്ല, സകലവും ദൈവത്തിന്റെ കൃപാദാനത്തിലാണ്. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ദൈവത്തെ പറ്റി നാം കൂടുതൽ അറിയുമ്പോൾ നാം ആരാണ് എന്നുള്ള ബോധവും വരും. അപ്പം പൗലോസിന് താൻ ആരാണ്, താനിപ്പോൾ എങ്ങനെയുള്ളവനായിരുന്നു, തനിക്ക് പലതിലും പ്രശംസിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ക്രിസ്തു നിമിത്തം ചവറെന്ന് എണ്ണുവാനായിട്ട് ഇടയായി തന്നെ. കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മുതിർന്നു വന്നപ്പോൾ താൻ ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ കൃപാദാനത്താൽ ആ ശുശ്രൂഷയ്ക്ക്, ആ സുവിശേഷത്തിന് ഞാനും ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 8-ാമത്തെ വാക്യം 8ഉം 9ഉം ഒരുമിച്ച് വായിക്കാം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കുമായി പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു, ദൈവത്തിന്റെ കൃപാദാനത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷകനായി തീർന്നെ, അല്ലെ ഈ സുവിശേഷ ശുശ്രൂഷകനായി തീർന്നെ. ഇവിടെ 2 കാര്യം 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആദ്യത്തെ വാക്യത്തിൽ പറയുന്ന ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് എനിക്ക് പ്രസംഗിപ്പാൻ ദൈവം കൃപ നൽകി.
9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു എല്ലാവരോടും, ജാതികളോടും യഹൂദന്മാരോടും എല്ലാവരോടും ക്രിസ്തുവിന്റെ ആ മർമ്മത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് പറയുവാനായി തനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമുക്ക് പറയാം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരുവന്റെ സാക്ഷ്യമാണ് ഇതല്ലേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വിശ്വാസി, അത്രയേ ഉള്ളൂ കേട്ടോ. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ. എവിടെ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ? ലോകത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ വിശ്വാസി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാലേ, അപ്പം പൗലോസ് പറയുകയാണ് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. കാരണം എല്ലാ വിശ്വാസികളിലും, ഒരു സാധാരണ വിശ്വാസിയിലും താഴെയാണ് താനെന്ന് പറയുന്നുണ്ട്. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചപ്പോഴേ അവിടെ പറഞ്ഞ നമ്മൾ വായിച്ച സകല അപ്പോസ്തലന്മാരിലെല്ലാം ഏറ്റവും ചെറിയവനായ എനിക്കെന്ന് പറയുന്നുണ്ടല്ലേ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഇവിടെ പറഞ്ഞു സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനല്ലോ. തീമോഥെയോസിന്റെ ലേഖനം തന്റെ അവസാന ലേഖനത്തിൽ പറയുമ്പോ എന്നാ പറയുന്നേ? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് നിങ്ങൾ അറിയും. ദൈവവചനം വിശ്വാസ്യമായ ദൈവവചനമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നാ പൗലോസിന് നമ്മൾ മേളിലോട്ടാ പോകുന്നതല്ലേ. പക്ഷെ പൗലോസ് താഴോട്ട് തന്നെത്താൻ താഴ്ത്തുകയാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. അവസാനം പറയുന്നു ഞാൻ ആ പാപികൾ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ നമ്മളെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മുടെ ഉപയോഗശൂന്യതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ സന്നിധിയിൽ, ക്രിസ്തുവിന്റെ ആ സന്നിധിയിൽ നോക്കുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ നാം എല്ലാത്തിനും യോഗ്യതരായിരുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു ദൈവത്തിന്റെ കൃപയാൽ. ഇപ്പൊ പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യതയുമല്ല. ആ ഒരു ഇതും കൂടെ പൗലോസിന് കിടപ്പുണ്ട്, മനസ്സിൽ കിടപ്പുന്നുണ്ടായിരിക്കും. കാരണം ദൈവസഭയെ ഉപദ്രവിച്ചു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ച ഒരു അവസ്ഥയിലായിരുന്നു പൗലോസ്, അല്ലെ. സ്പർജൻ ദൈവത്തിന്റെ കൃപയെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൂടുമ്പോൾ, അളവില്ലാതെ ലഭിക്കുന്ന കൃപ അഹങ്കാരത്തെ ശമിപ്പിക്കുമെന്നാണ് പറയുന്നത്. അഹങ്കാരം കൂടുതലുള്ളിടത്ത് ദൈവത്തിന്റെ കൃപ ഇല്ലെന്ന്. ഗ്രേസ് ഇസ് ദ ക്യൂർ ഫോർ പ്രൈഡ്. അപ്പം അളവില്ലാതെ ലഭിക്കുന്ന കൃപ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നത്. താൻ ഏറ്റവും ചെറിയവനാണ് ദൈവം, ഏറ്റവും ചെറിയവനായി തന്നെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം പൗലോസിനെ ജാതികളുടെ ശുശ്രൂഷക്കാരനായിട്ട് ദൈവം തന്നെത്താൻ നിയോഗിച്ചയച്ചതായിരുന്നു, അല്ലെ. നമുക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒറ്റ വാക്യം മാത്രം വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:47 എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 13:47. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിന് ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം പൗലോസ് പറയുന്ന തനിക്ക് ലഭിച്ച കൃപയാലാണ്, തന്റെ ശക്തി കൊണ്ട് ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് പൗലോസിന്റെ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് 2 രീതിയിലായിരുന്നു. ജാതികളിലേക്ക് ചെന്ന് അവരെ സുവിശേഷം അറിയിച്ച് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അനേകം സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യ ശുശ്രൂഷ സുവിശേഷം അറിയിക്കുകയെന്ന്, രണ്ടാമത്തെ സഭകൾ സ്ഥാപിക്കുകയെന്ന്. ആ സഭകൾ സ്ഥാപിച്ചതല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും താൻ സഭ സ്ഥാപിച്ച ഓരോ സ്ഥലങ്ങളിലും ചെന്ന് അവരെ ബലപ്പെടുത്തുകയും, അതുകൊണ്ടാണല്ലോ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും മിഷണറി യാത്രകളൊക്കെ പൗലോസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകരെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കുക എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസികളല്ല, ക്രിസ്തുവിനെ ശിഷ്യന്മാരെന്നാ. കർത്താവ് ശിഷ്യന്മാരെ എന്തിനാ തിരഞ്ഞെടുത്തത്? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. എന്തിനാ ശിഷ്യന്മാരാകുന്നേ? കൂടെ ഇരിപ്പാനാണ്. അപ്പം വിശ്വാസികൾ എന്ന് പറയുന്ന കൂടെ ഇരിക്കുന്നവരല്ല, അങ്ങോട്ടും പോകുന്നവരാണ്. പക്ഷെ ഇവിടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്. കാരണം ക്രിസ്തുവിൽ പരിജ്ഞാനം ഉണ്ടായാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനേകരെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കി തീർക്കുവാൻ തീമത്തിയോസ് അങ്ങനെയുള്ള
അനേകരെ ദൈവത്തിന്റെ മർക്കോസ് തുടങ്ങി അനേകരെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കുവാൻ പൗലോസ് അപ്പോസ്തലനായ കൃപയാൽ ദൈവം കൊടുത്ത ആ കൃപയാൽ കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ പറയുന്ന തന്റെ ശുശ്രൂഷയുടെ ആദ്യ ദൗത്യം ജാതികളോടെ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ്. ജാതികളോടെ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുക. അപ്രമേയ ധനം ഇംഗ്ലീഷ് പറയുന്നത് റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, അൺസേർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, എൻലെസ് ട്രഷേഴ്സ് അവൈലബിൾ ഇൻ ക്രൈസ്റ്റ്. ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെ നോക്കിയപ്പോൾ അചിന്തനീയം എന്നാണ് മലയാളം ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ പറയുന്നത്. അളക്കാൻ കഴിയാത്ത അത്രയും ആഴമുള്ളത്, മനസ്സിലാക്കുവാൻ കഴിയാത്തത്, സങ്കീർണമായത് എന്നാണ് മലയാള അർത്ഥം പറയുന്നത്. അചിന്തനീയം, അപ്രമേയധനം, അളക്കുവാൻ കഴിയാത്തത്, അൺഫാത്തമബിൾ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അപ്രമേയധനം. അപ്പം ക്രിസ്തുവിൽ ഓരോ വിശ്വാസിക്കുമുള്ള ആ അപ്രമേയ ധനത്തെ കുറിച്ച്, സങ്കീർണമായ അളക്കാൻ കഴിയാത്ത ധനത്തെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്കാണ് അപ്രമേയ ധനം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞ, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ ക്രിസ്തുവിൽ ഒരു ആത്മീകനായി ഒരു മഹാകോടീശ്വരനാവുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ അതല്ലേ 1-ാം അധ്യായം മുതൽ പഠിച്ചു വന്നേ, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ചല്ലേ നമ്മൾ 1-ാം അധ്യായം മുതൽ പഠിച്ചു. 1-3 മുതൽ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാ? ആത്മീയ അനുഗ്രഹങ്ങൾ വീണ്ടെടുപ്പ് മുതല്, തിരഞ്ഞെടുപ്പ്, മുൻനിയമനം, മുൻനിർണയം, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം, പിന്നെ എന്തോ കുറെ കാര്യങ്ങളല്ലേ. അവന്റെ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, പരിശുദ്ധാത്മാവെന്ന ദാനം, ക്രിസ്തുവിന്റെ വിളിയാലുള്ള ആശ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി, അളവറ്റ ശക്തി, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ രക്ഷ മുതൽ തേജസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓരോ ദിവസവും ദൈവത്തിന്റെ അളവില്ലാത്ത കൃപയാൽ നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ വിശ്വാസിയും നമ്മൾ എണ്ണാത്തത് കൊണ്ടാ ഓരോ ദിവസം രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ദൈവം എത്രത്തോളം നമ്മളെ ഭംഗിയായിട്ടാ ദൈവത്തിന്റെ കൃപയാൽ നടത്തുന്നത്. അപ്പൊ നമ്മുടെ രക്ഷ മുതൽ നമ്മുടെ തേജസ്കരണം വരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ, നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ആ രക്ഷിക്കപ്പെട്ട സമയത്തെ ഓർക്കുന്നത് അല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻനിർണയിച്ചു, നമ്മെ മുൻ നിയമിച്ചു, മക്കളാക്കി, നമ്മെ വിളിച്ചു, ദൈവത്തിന്റെ സമയത്ത് വിളിച്ചു, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകി, അല്ലെ, പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവത്തിന്റെ ശക്തിയാൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്നു, ദൈവവചനം കേൾക്കാനുള്ള കൃപ തരുന്നു, അതിനുവേണ്ടി നമ്മുടെ സമയത്തെ ഒരുക്കി തരുന്നു, അതിനുവേണ്ടി നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ സത്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ തുറക്കുന്ന ദൈവം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുന്ന ദൈവം, അല്ലേ. പറഞ്ഞാൽ വാക്കുകളില്ല, അതുപോലെ അനുഗ്രഹീതങ്ങളായ അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക് അപ്രമേയധനം, വർണ്ണിക്കാൻ കഴിയില്ലാത്തത്, അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ശക്തി. ഓരോ ദിവസവും ദൈവം നടത്തുന്ന ദൈവത്തിന്റെ നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നമ്മെ നടത്തുന്നതിനാവശ്യമായ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ നിറച്ചിരിക്കുന്നു. ആർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിലെ ആത്മീകദാനം ക്രിസ്തുവിലുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മെ ഈ ലോകത്തിൽ പാപ്പരായി കണ്ടാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം കോടീശ്വരന്മാരാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ആത്മീയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ക്രിസ്തുവിലേക്ക് വന്നത് മുതൽ സന്തോഷം, സമാധാനം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നില്ലേ. എപ്പോഴും സന്തോഷത്തോടിരിപ്പാൻ, സമാധാനത്തോടിരിപ്പാൻ, കൃപയോടിരിപ്പാൻ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ആ ഒരു സന്തോഷം അനുഭവിപ്പാൻ ഈ
ഈ ലോകത്തിലെ മനുഷ്യർ കിട്ടാത്ത എത്രയോ ഭാഗ്യത്തിലാ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഭക്തൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിലുള്ളവർ ആത്മീകമായി കോടീശ്വരന്മാരാണ്. നാം എല്ലാവരും കോടീശ്വരന്മാരാണ്. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തിലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെ ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് പറയും. നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-3 വാക്യങ്ങൾ. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം പണ്ടതറിവായി വന്നില്ല, ഇപ്പോൾ തന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ട് കിട്ടിയതാണ്. ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ചിട്ട് എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ആ ഗുപ്തമായിരിക്കുന്നത്, ആ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. നാം ജീവിക്കുന്ന 70-80 വർഷത്തോളം നമുക്ക് പഠിക്കുവാൻ കഴിയാത്ത, ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ എത്രത്തോളം കാര്യമാണ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന ദൈവമല്ലേ. ഒരു വാക്യം ഇന്ന് വായിക്കുന്നത് പോലെയല്ല നമ്മൾ അടുത്ത ദിവസം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അനേക പേരെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാം തന്നെത്താൻ പഠിക്കുന്നു. മറ്റുള്ളവരിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന്റെ വെളിപ്പാടിനാൽ നമുക്ക് ഓരോ ദിവസവും ദൈവം അനേക കാര്യങ്ങളെ വെളിപ്പെടുത്തി. ഇവിടെ ഗുപ്തമായിട്ടിരിക്കുന്നു. അത് ഓരോ ഗുപ്തമായിരിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഈ ഖനി ഒക്കെ കുഴിച്ചല്ലേ അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ കിട്ടുന്നല്ലേ. ഖനിയിൽ കുഴിക്കുന്നത് പോലെ ഇത് മനനം ചെയ്യുകയാണ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. എത്രത്തോളം നാം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ആകാംക്ഷ ഉള്ളവരാണോ അത്രത്തോളം ദൈവം നമ്മെ നിറയ്ക്കുവാനായിട്ട് സമ്പന്നനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ നിറച്ചിരിക്കുന്ന ദൈവ. ഞാൻ പറയും, മലാക്കി പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്, ദൈവം പ്രാപ്തനാണ്. ആ ക്രിസ്തുവിൽ എല്ലാ അനുഗ്രഹങ്ങളും ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളെല്ലാം ഗുപ്തമായിരിക്കുന്നു. അതൊക്കെ ദൈവം നമുക്ക് തരുവാനായിട്ട് സമ്പന്നനാണ്. നമ്മുടെ ആഗ്രഹമാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ദിവ്യ ശക്തിയാൽ നമുക്ക് ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം ദൈവം തരുന്നു പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു പോകാം. 2 പത്രോസ് 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. നമ്മൾ ഒരിക്കൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടന്നവരാകുന്നു. അങ്ങനെ ഒരു ജനത്തെ വിശുദ്ധ ജനമാക്കി തീർക്കുന്നത് നമുക്കറിയാം. നമ്മൾ 1-2 പിള്ളേരെ വളർത്തുമ്പം അവരെ നല്ലത് പറഞ്ഞ് വളർത്താൻ എന്ത് പാടാ. എത്ര പ്രാവശ്യം ഗുണദോഷിതായി പിള്ളേരൊക്കെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇത്രത്തോളം പാപത്തിന് അധീനരായിരുന്ന നമ്മെ ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപരാക്കി തീർക്കാൻ ദൈവത്തിന്റെ വലിയ കൃപയാ. അത്രമാത്രം പറയാനേ ഒക്കത്തുള്ളൂ. ആ അത്യന്ത കൃപയാൽ ദൈവം നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ ആക്കിയിരിക്കുന്ന അവസ്ഥ. അപ്പം ദൈവത്തിന്റെ ആ കരുണയും കൃപയും അളക്കുവാനൊന്നും കഴിയത്തില്ല. പൗലോസ് പറയുന്നത് പോലെ അപ്രമേയ ധനം, അളവില്ലാത്ത ധനം. ആ ക്രിസ്തുവിന്റെ ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും നമ്മുടെ രക്ഷ മുതൽ തിരസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം കാണിച്ച ദൈവത്തിന്റെ കൃപാദാനം. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ. ഇനി 9-ാമത്തെ വാക്യത്തിലേക്ക് പോകും. 9-ാമത്തെ വാക്യം. അപ്പം ജാതികളിൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനായി പൗലോസിന് കൃപ ലഭിച്ചിരിക്കുന്നു. അതുപോലെ സകല മനുഷ്യരോടും ക്രിസ്തു എന്ന മർമ്മത്തെ കുറിച്ച് പ്രകാശിപ്പാനുമായി കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. സകലവും 9
സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ ലഭിച്ചു. രണ്ടാമതായി ജാതികളോട് മാത്രമല്ല എല്ലാവരോടും ക്രിസ്തു എന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയെ കുറിച്ച് പറയുവാനായി കൃപ ലഭിച്ചിരിക്കുന്നു. എല്ലാവരും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഏവരും. വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിന്റെ മർമ്മം ഒന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പം വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കാനായിട്ട് കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന യവനും ഒരുപോലെ പ്രകാശിപ്പാൻ, അങ്ങനെ എല്ലാവരോടും ഈ സുവിശേഷം അറിയിപ്പാൻ താൻ നന്നായി തന്നോളാവോളം പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. റോമാലേഖനത്തിൽ പറഞ്ഞു, യെരുശലേം മുതൽ ഇല്ലിയൂര്യ ദേശം വരെ ചുറ്റി സഞ്ചരിക്കും. ഇനി പൗലോസ് അവരോട് പറയാം, ഇനി എനിക്ക് ഈ ദിക്കുകൾ ഇനി സ്ഥലമില്ല പറയാനായിട്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും തനിക്ക് അന്ന് പോകാൻ കഴിയാവുന്ന ആ സഞ്ചാര സൗകര്യം ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും താൻ യാത്ര ചെയ്ത് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചു. ഇവിടെ പറഞ്ഞ മർമ്മത്തിന്റെ വ്യവസ്ഥ. അപ്പം നമുക്കറിയാം, ഈ നമ്മൾ പറയും ക്രിസ്തു എന്താണ് പുനർജനിക്കുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ഉയർപ്പിച്ചു. പക്ഷെ ആ മർമ്മം അത് തന്നെയല്ല. ആ ക്രിസ്തുവിൽ ജാതികൾക്കും യഹൂദന്മാർക്കും ആ ക്രിസ്തുവിന്റെ ആ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരേ ഏക ശരീരമായി തീരുമെന്ന അവസ്ഥ അത് എല്ലാവർക്കും അറിയില്ല അല്ലേ. എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എങ്കിലും ഈ അവസ്ഥകളും ഈ മർമ്മങ്ങളൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും ഒരു കേവല വിശ്വാസിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ കുറെ കാണാതെ പഠിച്ചു, കുറെ വായിച്ചു. പക്ഷെ നമ്മൾ ഈ പഠിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇത് അല്ലേ. അങ്ങനെ കുത്തിയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങ് ദൈവം മനസ്സിലാക്കി തരികയാണ്. ക്രിസ്തു ജാതികളായിരുന്നവരും യഹൂദന്മാരും ഒരുപോലെ ക്രിസ്തു എന്ന ക്രിസ്തുവിന്റെ ആ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു എന്ന മർമ്മം. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നു എന്ന ആ മർമ്മത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കുമായി, അല്ലെങ്കിൽ യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരുപോലെ എല്ലാവർക്കും പറയാൻ, സകലരോടും സുവിശേഷം അറിയിക്കാനായി തനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്കറിയാം ഗലാത്യലേഖനം 3:27 പറയുന്നു, അത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേരിക്കും നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രമെന്നുമില്ല, എല്ലാവരും സ്ത്രീയും പുരുഷനൊന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ആ മർമ്മത്തെ കുറിച്ച് പറയുവാനായിട്ട് തനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഈ മർമ്മം അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നതായിരുന്നു. അത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ. അപ്പൊ സകലവും സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ആകാശവും ഭൂമിയും ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവത്തിന്റെ കൃപയിൽ, ആ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന സത്യമായിരുന്നു മർമ്മം. സീക്രട്ട്, വിശുദ്ധമായ ഒരു രഹസ്യമായിരുന്നു ദൈവം മറച്ചു വെച്ചിരുന്നത്. സമയമാകുമ്പോഴാണ് ദൈവം ഓരോന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സത്യം ആ സമയമാകുന്നത് വരെ, വെളിപ്പെടുത്താനുള്ള സമയമാകുന്നത് വരെ ദൈവം അത് മറച്ചു വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിജ്ഞാനമില്ലാത്തവര് എല്ലാം എപ്പോഴും വിളിച്ചു പറയല്ലേ. പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവം അത് മറച്ചു വെച്ചിരുന്നു ആ സമയം വരെ. കാലസമ്പൂർണത വന്നപ്പോൾ എന്നല്ലേ നാം പറഞ്ഞേ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ. അതുകൊണ്ട് ആ ആഗോള സഭ എന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും ഏക ശരീരസ്ഥരായി തീരും എന്നുള്ള ആഗോള സഭ അല്ലെ, യഹൂദന്മാരും യവനന്മാരും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരുമെന്ന യൂണിവേഴ്സൽ ചർച്ച്. ആ ഒരു മർമ്മം എന്ന് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മുതലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ മുതലാണ് അവർക്ക് ആ മർമ്മം വെളിപ്പെട്ടു വന്നത്. അപ്പം പൂർവ്വകാലം മുതൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും ഈ മർമ്മം വെളിപ്പെട്ടു വന്നത് അത് ആ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവം അത് മറച്ചു വെച്ചിരുന്നു. തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തി. വിശുദ്ധമായ ഒരു രഹസ്യമാണ്. അപ്പൊ നമുക്കറിയാം, യഹൂദന്മാർ ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് ആർക്കും അത് മനസ്സിലായില്ല. തങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ച ഒരു മശിഹയാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ പ്രവാചകന്മാരെല്ലാവരും ദൈവാത്മാവിൽ പ്രവേശിച്ചാണ്. പക്ഷെ അവർക്കൊരു നിഴല് പോലെയായിരുന്നു, അവർക്കത് വെളിപ്പെട്ട് വന്നില്ല. അവന്റെ അപ്പോസ്തലന്മാർക്കും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ് ഇപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. പൗലോസിനും അത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ കൃപ
പൗലോസിന് ലഭിച്ചു എന്ന് പൗലോസ് പറയുന്നതാണ്. ആ പുരാതന കാലം മുമ്പ് അനാദിയായ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ക്രിസ്തുവിന്റെ മർമ്മത്തെ കുറിച്ച് യഹൂദന്മാരോടും ജാതികളോടും ഒരുപോലെ പറയുവാനായിട്ട് പൗലോസിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപാദാനത്താൽ താൻ അതിന്റെ ശുശ്രൂഷകനായി തീർന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഭാഗ്യം ലഭിച്ചവരാണ് നാം എല്ലാവരും, അല്ലെ? എത്രത്തോളം നമുക്ക് വചനം മനസ്സിലാക്കുവാനാണ് ദൈവം നമ്മുടെ നമുക്ക് കൃപ തന്നില്ലേ? എത്രത്തോളം ദൈവത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധാരണ ഒരു വിശ്വാസിക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അധികമായി നാം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. നമ്മള് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് വർഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കും അത് ദൈവശക്തിയുമാവുന്നു. ആ ദൈവശക്തിയാലാണ് നമുക്കെല്ലാം ദൈവത്തിന്റെ കൃപ മനസ്സിലാകും. ഞാൻ പറഞ്ഞതുപോലെ അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുക. വിശ്വസിക്കാത്തവർക്ക് അത് ഇപ്പോഴും ഒരു മർമ്മമായി തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നു. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കും, എല്ലാവർക്കും 5-ാം അധ്യായത്തിൽ വായിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു വന്നു, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പം ആ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവരും പാപികളായിരുന്നു, എല്ലാവരെയും നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഒരാൾക്ക് വേണ്ടിയല്ല മരിച്ചു, എല്ലാവർക്കും വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുപോലെ ഒരുവൻ മരിച്ചു. ആ സുവിശേഷം ജാതികളിലും എല്ലാവരിലും അറിയിക്കുവാനായിട്ട് പൗലോസിന് കൃപ ലഭിച്ചു. അതൊരു വലിയ പദവിയായിട്ടാണ് പൗലോസ് കരുതുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളിലൂടെ വായിച്ചിട്ട് പോകാം. 1 കൊരിന്ത്യർ 9-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തിൽ ഞാനും ഒരു പങ്കാളിയായി തീർന്നു എന്ന് പറയുന്നു. അറിയാവുന്ന വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 9, ഇടയ്ക്കൊന്നും വായിക്കാത്ത വാക്യമാണ്, ഞാൻ പറയാം. ഞാൻ വായിക്കാം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓരോരുത്തരെയും സുവിശേഷ പ്രവർത്തനം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക ചെയ്യുന്നതല്ലേ. ഇവിടെ പൗലോസ് പറയാ, എനിക്ക് സുവിശേഷം ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും, അതിന്റെ അവസാനത്തെ വാക്യങ്ങളാണ് പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിൽ ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നു, നാമും ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് ബിരുദ് പ്രാപിച്ചതുപോലെ ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയുവാനായിട്ട് കഴിയണം. എപ്പോഴും പറയുന്ന പോലെ നാം മരിച്ചതിന് ശേഷം മറ്റുള്ളവർ പറയുവാനല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കും അത് പറയുവാനായിട്ട് കഴിയണം. കാരണം ഞാൻ നല്ല പൊരുതോട്ടം തികച്ച് വിശ്വാസം കാത്തു എന്ന്. ആ വിശ്വാസം കാത്താൽ മാത്രമേ കാത്തായിട്ട് നമുക്ക് പറയുവാനൊക്കത്തുള്ളൂ. മറ്റുള്ളവർ നമ്മെ പറ്റി പറയുന്നതിൽ അധികമായിട്ട് ദൈവവും നമ്മളെ കുറിച്ച് പറയുവാൻ ഇടയാക്കണം, നാമും പറയുവാനായിട്ട് ഇടയായിരിക്കണം. പൗലോസ് അതെല്ലാം പറയുവാനായിട്ട് ഇടയായി തീർന്നു. താനെ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, താൻ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ അംബാസിഡറായി ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് വായിക്കേണ്ട, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 3-ന്റെ-10. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് ആ സുവിശേഷത്തിന് തൻ ശുശ്രൂഷകനായി തീർന്നു. ദൈവത്തിന്റെ കൃപാധാരത്തിലാണ് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനാം, അതുപോലെ തന്നെ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവരോടുകൂടെ പ്രകാശിക്കുവാനുമായി തനിക്ക് ഈ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വലിയൊരു ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചു എന്ന് പൗലോസിന് ഉത്തമ ബോധമുണ്ട്. തന്റെ ജീവൻ പോകുന്നത് വരെയും ആ സുവിശേഷത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴും റോമയുടെ ഈ ലേഖനം എഴുതുമ്പോഴും റോമയിലെ തടവറയിൽ ഇരുന്നു കൊണ്ട് പൗലോസ് പറയുകയാണ് ചെയ്തത്, എപ്പോഴും സന്തോഷിക്കണം, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പൗലോസിന്റെ ജീവിതം. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 3-ന്റെ-10-11 ഞാൻ വായിക്കാം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. എനിക്കറിയാം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ സാധാരണയായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു വാക്യമാണ് ഇത്. അവിടെ പറയുന്നത്,
നമ്മളറിയാം ദൈവം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാനായി. ഇപ്പം പൗലോസ് പറഞ്ഞു ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദൈവം മനുഷ്യരെ ദൈവത്തിന്റെ വചനം അറിയിക്കുന്നത് പോലെ തന്നെ സ്വർഗീയ ദൂതന്മാരും അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൂതന്മാരും നമ്മിലൂടെയാണ്. അപ്പൊ ദൈവ ശുശ്രൂഷന്മാരിലൂടെ തന്റെ ജനത്തെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ നമ്മിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പഠിക്കുന്നത്. അപ്പം ഈ ഭൂമിയിലുള്ള മനുഷ്യരെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവം സ്വർഗീയരെയും തന്റെ മഹത്വത്തെ പറ്റി പഠിപ്പിക്കും. അത്രയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽസ് ആയിട്ട് പോകാം. അപ്പം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മിലൂടെ ദൈവത്തിന്റെ ദൂതന്മാരെയും പഠിപ്പിക്കും. ഇവിടെ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്നാ പറയുന്നത്. സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ആ ദൈവം ഇരിക്കുന്ന സ്വർഗത്തിൽ എന്ന് മാത്രമല്ല, ഭൂമിക്ക് മുകളിലുള്ളത് ആകാശത്തിൽ. കാരണം നമ്മള് 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്, അല്ലെ? നമ്മൾ മലയാളത്തിലാണ് പറയുന്നത് ഭൂമിയും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചെന്ന്. പക്ഷെ ആകാശങ്ങൾ എന്നാണ് പറയുന്നത്, ആ ഭൂമിയുടെ മുഖത്തിലുള്ള എല്ലാ സംഭവങ്ങളും. അപ്പം പൗലോസ് പറയുന്നത് 3-ാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളാണ്. അപ്പൊ നമുക്കറിയാം സാത്താനും കിങ്കരന്മാരും ഒക്കെ ഉള്ള ആകാശത്തിലാണെന്ന് നമുക്കറിയാം. അങ്ങനെ പറയുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നല്ല ദൂതന്മാരുമുണ്ട്, ചീത്ത ദൂതന്മാരുമുണ്ട്. അപ്പം ഈ നല്ല ദൂതന്മാരെയും ചീത്ത ദൂതന്മാരെയും ദൈവത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നത് നമ്മിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണ് അവർ മനസ്സിലാകുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അതിക്രമങ്ങളാലും പാപങ്ങളാലും അതിലേക്ക് വരും. അതിക്രമങ്ങളാലും പാവങ്ങളാലും നിറഞ്ഞൊരു മനുഷ്യനെ, പാപത്തിൽ കുളിച്ചൊരു മനുഷ്യനെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർക്കുന്നത് അവര് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അത്രേ ഉള്ളൂ. കാരണം അവർക്ക് വേണ്ടി ദൈവം, അവര് ദൂതന്മാര് പാപം ചെയ്തപ്പോ എന്തോ ചെയ്തേ? സാത്താനെയൊക്കെ താഴെ തള്ളിയിടുകയാ ചെയ്തത്. അവർക്ക് വേണ്ടി എവിടെയാ എന്തോ ഒരുക്കിയത്? അവർക്ക് വേണ്ടി നരകം ഒരുക്കിയപ്പോ തന്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് യാഗമാക്കി തീർത്തു. അപ്പം നമ്മളൊരു വലിയൊരു വ്യവസ്ഥയാണെന്ന്, നമ്മളൊരു വലിയ സംഭവമാണെന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം തന്റെ പുത്രനെ തന്നെ തരുവാനായിട്ട് ദൈവം ഒരുങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് വേണ്ടി കാൽവറി ഒരുക്കിയപ്പോൾ തന്റെ ഇഷ്ടപ്രകാരം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി മരിക്കാൻ ഇടയാക്കി തീർത്തത് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരും നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രത്യേകത എന്താണെന്ന്. അപ്പം നമ്മളുടെ പ്രത്യേകത അവരും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ മഹത്വം, ദൈവം നമ്മിലൂടെയാണ് സകല ചരാചരങ്ങൾക്കും അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൂതന്മാർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് പറയാം. വാഴ്ചകൾ, അധികാരങ്ങൾ നമുക്ക് എഫീസ് ലേഖനം 1:21, 22, 23 വാക്യങ്ങളില് നമ്മൾ പഠിച്ചതാ, അല്ലേ? അപ്പം അവിടെ പറയുന്നുണ്ട്, വായിക്കാം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെയിരുത്തി. അപ്പൊ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ആരെ ഇരുത്തി? മീതെ ആരെ ഇരുത്തി? ക്രിസ്തുവിനെ ഇരുത്തി. എന്നിട്ട് സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി വെച്ചിട്ട് എന്താ ചെയ്തേ? എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തെന്ന്. അപ്പൊ ഈ സഭ ഏതാണ്ട് വിശേഷപ്പെട്ട സംഭവം ആയതുകൊണ്ടല്ലേ തന്റെ പുത്രനെ ദൈവം നമുക്ക് തന്നത്. അപ്പം നമ്മളെ ദൂതന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ടാ തന്റെ പുത്രനെ എല്ലാത്തിലും നിറവായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുന്നത്? അവരുടെ കണ്ണിൽ നമുക്കറിയാം, ദൂതന്മാരെയൊക്കെ സൃഷ്ടിച്ചപ്പോഴേ, ഈ സാത്താനെ ഒക്കെ സൃഷ്ടിച്ചപ്പോ ആ ചിറകളിൽ പോലും സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അത്ര മനോഹരമായിട്ട് അവരെ സൃഷ്ടിച്ച ദൂതന്മാർ നോക്കുമ്പോ, ഈ തേജസ് ഇല്ലാത്ത മനുഷ്യനെ നോക്കുമ്പോ, ഈ മനുഷ്യന് വേണ്ടി എങ്ങനെയാ ദൈവം തന്റെ പുത്രനെ യാഗമാക്കുവാൻ തീരുമാനിച്ചത്? അപ്പം സഭ ഒരു വലിയ സംഭവമാണെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും യോഗ്യതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി തന്റെ പുത്രനെ അയച്ചത് നോക്കിയിട്ട്, അപ്പൊ നമ്മളിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് ദൂതന്മാർക്കും. നമ്മള് ദൈവത്തെ അറിയുന്നതും മനസ്സിലാക്കുന്നതും എങ്ങനെയാ?
നമ്മൾ കേവലം വചനം വായിച്ചത് കൊണ്ടാണോ ദൈവത്തെ, അല്ലെങ്കിൽ വചനം പഠിച്ചത് കൊണ്ടാണോ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാ നാം മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കാരണം നാം ഈ വചനം വായിക്കുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ജ്ഞാനം നാം ഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർക്കുമ്പോൾ അങ്ങനെയാണ് നാം ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ ആരും പറഞ്ഞു തരുന്നതിലൂടെ ദൈവത്തിന് നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം നമുക്ക് അവരെ കുറിച്ചുള്ള ബോധമുള്ളൂ. പക്ഷെ അവരെ കാണുമ്പോഴും അവരുടെ കൂട്ടുകൂടുമ്പോഴും അവരുടെ കൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ കുറിച്ച് ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിരിക്കും. അതുപോലെ തന്നെ വചനത്തിൽ എഴുതി വരിച്ചിരിക്കുന്ന ദൈവത്തെ നമ്മളുടെ അനുഭവങ്ങളിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ദൈവം ആ നമ്മളിലൂടെ, സഭയിലൂടെ ഒരു കൂട്ടത്തെ ദൈവം തേജസ്സില്ലാത്തവരെ വിളിച്ചെടുത്ത് തേജസ്സുള്ളവരാക്കി തീർത്ത് ദൈവത്തിന്റെ ശക്തി അവരമേൽ വ്യാപരിപ്പിച്ച് അവരെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് പലരും കണ്ടു മനസ്സിലാക്കുവാനിടയാകി തീരും. അത് വാഴ്ചകളും അധികാരങ്ങളും മാത്രമല്ല, ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാവർക്കും അറിയാലോ, ക്രിസ്ത്യാനികൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യാസമുള്ളവരാ, അല്ലേ? ദൈവത്തെ അറിയുന്നവർ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യാസമുള്ളവരാ. എന്തുകൊണ്ടേ? അത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിന് ദിവ്യ സ്വഭാവത്തിന് അവകാശികളാക്കി തീർത്തത് കൊണ്ട്. അപ്പം നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മള് പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്നൊക്കെ പറയും. നമ്മളും ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇത്ര സെൽഫിഷ് ആണല്ലോ എന്നല്ലേ, അത്ര സ്വയം പുകഴ്ത്തുന്നവനാണല്ലോ എന്നൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ചിന്തയിലൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല, നമ്മുടെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് മനുഷ്യനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തത്. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ നമ്മൾ പാടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെന്തെങ്കിലും പറയുന്ന ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മുടെ വീട്ടിൽ കാണിച്ചാൽ പോരെ, മറ്റുള്ളവരെ കാണിക്കണ്ടാണെങ്കിൽ അത് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല. അപ്പം ദൈവം തന്റെ മഹത്വവും ജ്ഞാനവും അറിയിക്കുന്നത് തന്റെ സൃഷ്ടികളിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തിന്റെ ജ്ഞാനവും മഹത്വവും തന്റെ സൃഷ്ടികളുടെ ജ്ഞാനത്തോടും മഹത്വത്തോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു പ്രാവശ്യം കൂടെ പറയാം. ദൈവത്തിന്റെ ജ്ഞാനവും മഹത്വവും തന്റെ സൃഷ്ടികളുടെ ജ്ഞാനത്തോടും മഹത്വത്തോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് പറയാം, ദ ഗ്ലോറി ഓഫ് ദ ക്രിയേച്ചർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഗ്ലോറി ഓഫ് ദ ക്രിയേറ്റർ. എന്ന് പറഞ്ഞാല് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിലും സ്വഭാവത്തിലുമാണ്, അല്ലെ? അതുപോലെ തന്നെ ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു മനുഷ്യനെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാക്കി തീർക്കുന്നുണ്ട്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കുന്നു. ഒരു വലിയൊരു മാറ്റമാ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മെ കാണുന്നവർക്കറിയാം ദൈവത്തിന്റെ മഹത്വം. നമ്മള് എന്തോ പറയുന്നേ, സങ്കീർത്തനങ്ങൾ 19-ാം അധ്യായത്തിന്റെ 19-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്ന എന്താ? ആകാശം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, അല്ലെ? ആകാശവും ഭൂമിയും കണ്ടിട്ട് അതിന്റെ പിറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്. നമ്മൾ ഒരു സങ്കീർണമായ ഒരു ചിത്രം കാണുകയാണെങ്കിൽ ആ ചിത്രം വരച്ചതാരെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പൊ ആ ചിത്രത്തിന്റെ ഒരു കുഞ്ഞു ചിത്രം വരയ്ക്കുന്നതും എന്താ പറയുക മോണാലിസയും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമത് അല്ലേ? അപ്പൊ ആ സൃഷ്ടി എങ്ങനെ ആയിരിക്കുന്നു എന്നത് ആ സൃഷ്ടികർത്താവിന്റെ ജ്ഞാനവും മഹത്വവും കാണിക്കുന്നത്, അല്ലേ? നല്ല ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ഈ പെന്ന് ഉണ്ടാക്കുന്ന ഒരാളെയാണോ, എയറോപ്ലെയിൻ നിർമ്മിച്ച ഒരാളെയാണോ വലിയ മഹത്വമുള്ളവരായിട്ട് ജ്ഞാനമുള്ളവരായിട്ട് കാണുന്നത്? അങ്ങനെ വലിയ സാധനങ്ങൾ നിർമ്മിച്ച ഒരു മനുഷ്യനെ. അപ്പൊ ആ മനുഷ്യന്റെ ആ സൃഷ്ടിയെ കാണുമ്പോൾ അറിയാം ആ സൃഷ്ടിച്ച മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ദൈവം
മനുഷ്യനെ തന്റെ മണിമകുടമായിട്ട് സൃഷ്ടിച്ചല്ലേ, ആ തന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളതായിട്ട് സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യനെ കാണുമ്പോഴറിയാം ദൈവത്തിന്റെ മഹത്വവും ജ്ഞാനവും എത്രയുണ്ടെന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ ആ ദൈവത്തിന്റെ മഹത്വവും ജ്ഞാനവും ഈ പ്രിൻസിപ്പാലിറ്റീസും പവേഴ്സും എല്ലാം നമ്മിലൂടെ കാണുവാനായിട്ട് അവര് ദൈവത്തിന്റെ വെറും ദൂതന്മാര് മാത്രമാണ് അല്ലെ, ദൈവം പറയുന്നത് ചെയ്യുന്നവരാ. പക്ഷെ ദൈവത്തിന്റെ എല്ലാ മഹത്വത്തിലും അവർക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ആ ദൈവത്തിൻ്റെതായ ആ അപ്രമേയധനം അല്ലെന്നുണ്ടെങ്കിൽ ആ വലിയ ജ്ഞാനവും മഹത്വവും ഒക്കെ നമ്മിലൂടെയാണ് ഈ പ്രിൻസിപ്പാലിറ്റീസും ഈ അവരും ഒക്കെ കാണുന്നത്. അപ്പൊ നമ്മളെ ദൈവം രക്ഷയിലേക്ക് വിളിച്ചു, വിശുദ്ധീകരണത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അധികമായി നമ്മെ ഈ സമൂഹത്തിലാക്കിയിരിക്കുമ്പോൾ നമുക്കൊരു റോളുണ്ട്. നമ്മെ രക്ഷിച്ചു വീണ്ടെടുത്തു. പക്ഷെ നാം അനേകർക്ക് മാതൃകയായി തീരണം. നമുക്കറിയാം ഈ നമ്മള് ഈ ജഡത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മളുടെ ചുറ്റും അദൃശ്യമായ അനേകം സ്പിരിച്വൽ ബീയിങ്സ് ഉണ്ട് അല്ലെ. അപ്പം ആ ഒരു എന്താ പറയുന്നത്, ഒരു അദൃശ്യമായ അനേകം ജീവികളാൽ ചുറ്റപ്പെട്ടവരാണ് നാം. അത് നല്ല ദൂതന്മാരാകാം, അത് ചീത്തയായ ദൂതന്മാരാകാം. നമ്മള് എബ്രായ ലേഖനം 1:14 അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷ അവരൊക്കെയും ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെയും രക്ഷ പ്രാപിപ്പാൻ ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ. അപ്പൊ നമ്മുടെ ചുറ്റും ദൂതന്മാരുണ്ട്. അത് അദൃശ്യമായ സ്പിരിച്വൽ ബീയിങ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ സ്പിരിച്വൽ ബീയിങ്സിനെയൊക്കെ പറയുമ്പോൾ അശുദ്ധമായ ദൂതന്മാരുണ്ട്, ചീത്തയായ ദൂതന്മാരുണ്ട്, നല്ലവരുണ്ട്. നല്ലവരെന്ന് പറയുന്നത് രക്ഷ ഭാവിക്കുന്നവരുടെ സേവകാത്മാക്കള്. പക്ഷേ അതിന് സാത്താനെയോ അവരുടെ കിങ്കരന്മാരെ കുറിച്ചുള്ള അനേക ദൂതന്മാരുണ്ട്. അവര് നമ്മെ രക്ഷയിലേക്ക് നടത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് നടക്കാൻ വേണ്ടി അതിന് നമ്മെ ഇടർച്ച ചെയ്യുന്നവരവരുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ചുറ്റും എല്ലാ തരത്തിലുള്ള ദൂതന്മാരും ഉണ്ട്. നമ്മളുടെ അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലുള്ള നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി നമ്മെ തടഞ്ഞു നിർത്തുന്നവരുണ്ട്. നമുക്ക് എല്ലാ തരത്തിലുള്ള ദൂതന്മാരും ഉണ്ട്. അപ്പം നല്ല ദൂതന്മാര് അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കാരായി. അപ്പൊ അവര് നോക്കിക്കൊണ്ടിരിക്കുക, ഇനി ആരാ രക്ഷ പ്രാപിക്കുന്നത്, അവർക്ക് വേണ്ടി ഞാൻ സഹായകനായി കൂടെ പോകണ്ടല്ലേ. അപ്പൊ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് അവർ നോക്കിക്കൊണ്ടേ ഇരിക്കുക. കാരണം അവരുടെ സേവകാത്മാക്കളായ ദൈവദൂതന്മാരെ അയച്ചേക്ക്. അപ്പം ദൂതന്മാരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എത്ര പേര് രക്ഷ പ്രാപിക്കും എന്നുള്ളത്. നമ്മളൊന്നും അറിയത്തില്ലെങ്കിലും സകലരും ദൂതന്മാരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അശുദ്ധമായ ദൂതന്മാർക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും അവര് നമ്മളെ എതിർക്കാനുള്ള എല്ലാ കിങ്കര നടപടികളും അവര് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ദൂതന്മാരുടെ കാര്യത്തില് നോക്കുമ്പോഴേ നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എലീശ അരാമ്യ സൈന്യം എലീശയെ, കാരണം അരാമ്യ രാജ്യത്ത് അല്ലെങ്കിൽ ആ സിറിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്രമിക്കാനുള്ളതൊക്കെ ഈ ഇസ്രയേലിലെ രാജാവ് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു, അത് ഏലീശ ഒരു പ്രവാചന പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏലീശയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ, അരാമ്യ പട്ടാളത്തെ അവിടേക്ക് അയച്ചു. അപ്പൊ ആ പട്ടാളം ആ നഗരത്തിന് ചുറ്റും ചുറ്റിയിട്ട്, അപ്പം ഏലീശയുടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഇത്രത്തോളം ആൾക്കാര് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ എലീശ പറയുകയാണ്, അവരോട് കൂടെ ഉള്ളവരേക്കാൾ നമ്മോട് കൂടെ അധികം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം പറയുക, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറയുന്നുണ്ട്. കണ്ണ് തുറന്നപ്പോ അനേകം സ്വർഗീയ രഥങ്ങളെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമ്മളുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ് നമ്മൾ പലതും കാണാതിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു വിടാം. 2 രാജാക്കന്മാർ 6:15 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന അവൻ കണ്ടു. അപ്പൊ ഏലീശയുടെ മുഴുവൻ മുന്നമേ കണ്ടതായിരുന്നു. അപ്പം ബാല്യക്കാരനും അത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ആ സ്വർഗീയമായ സൈന്യത്തെ അവരുടെ ആ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ ചുറ്റും
അനേക ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി കാവൽ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘത്തൂണായും കർത്താവ് കൂടെ ഇരുന്നത് പോലെ അഗ്നിജാലിക്കത്തുള്ള കണ്ണുള്ള ദൈവം നമ്മൾ എത്രത്തോളം അപകടങ്ങളും പ്രയാസങ്ങളും ചെന്ന് പോകാമായിരുന്നു, അതെല്ലാം വിടുവെച്ച് ദൂതന്മാരാൽ എപ്പോഴും നമ്മെ കാവൽ ചെയ്ത് ദൈവം നടത്തുന്നുണ്ട്. അപ്പം അവര് നമ്മളിൽ നിന്ന് പഠിക്കാം. അപ്പൊ ദൂതന്മാരൊക്കെ നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവര് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പഠിക്കുന്ന നമ്മളിലൂടെയാണ്. അപ്പൊ അവര് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ ബലഹീനതകൾ കാണുന്നു, നമ്മുടെ പരാജയങ്ങൾ കാണുന്നു, നമ്മുടെ രോഗങ്ങൾ കാണുന്നു, നമ്മുടെ സൗഖ്യങ്ങൾ കാണുന്നു. അപ്പൊ അതെല്ലാം കാണുന്നു. അതിലുപരിയായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനതയെ വീണ്ടെടുത്ത് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചേക്കുക. അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ദൈവം എന്താ അനുസരണം കേട്ട ദൂതന്മാർക്ക് വേണ്ടി ദൈവം നരകം ഒരുക്കിയപ്പോൾ നമുക്ക് വേണ്ടി കാൽവറി ഒരുക്കി പുത്രനെ യാഗമാക്കി തീർത്തു. അവർക്ക് വേണ്ടിയല്ല പുത്രനെ യാഗമാക്കി തീർത്ത്, നമുക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ യാഗമാക്കി തീർത്തു എന്നല്ല, സ്വർഗത്തിൽ ഒരു വലിയൊരു ഇടം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവര് നോക്കുമ്പോഴേ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമായി തീരുന്നു, ഈ ബലഹീന ശരീരം ശക്തിയുള്ളതായി തീരുന്നു, ഈ അപമാനത്തിൽ നിറയപ്പെട്ട ഈ ശരീരം തേജസ്സുള്ളതായി തീരുന്നു. ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ബലഹീനമായ മനുഷ്യനെ ദൈവതുല്യരാക്കി തീർക്കുന്ന ഒരവസ്ഥ ദൂതന്മാരെല്ലാവരും കണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി അവർ പറയുന്നത്. അപ്പൊ അവര് മനസ്സിലാകുന്നു. അതുപോലെ നമ്മൾ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യത്തിനനുസരിച്ച് ജീവിക്കണം. അതും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നാം വലിയൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവമാണ് അല്ലെ. നമ്മൾ വലിയവർ ആയതുകൊണ്ടാണോ ദൈവം നമ്മെ ഇങ്ങനെ ആക്കി തീർത്തത്? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ കൃപയാലും കരുണയാലും. പക്ഷെ അവര് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മള് വെറും ഭാവികളായപ്പോഴും നമ്മൾ കൊളരുതാത്തവരാണെന്ന് പറഞ്ഞാലും ദൂതന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ തക്കോണം ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോഴേ നമ്മള് അവരെക്കാൾ വിശേഷതയുള്ളവരാണ്. അവര് നമ്മളിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. നാം ഏറിയവരാണെന്ന് അവര് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വിലയില്ലെങ്കിൽ അവർ കാണുന്നുണ്ട്. നമ്മളൊരു നാടകത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു സ്റ്റോറി ഉണ്ട്. അതിനൊരു സ്റ്റോറി റൈറ്റർ ഉണ്ട്, അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിനകത്ത് ആക്ടേഴ്സ് ഉണ്ട്, അതിനൊരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അപ്പൊ ആ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തർ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതമാണ്. തലമുറയായി രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം. അതുപോലെ തന്നെ സ്റ്റോറി റൈറ്റർ കർത്താവായ ദൈവമാണ് നമ്മുടെ സ്റ്റോറി റൈറ്റർ എന്ന് പറഞ്ഞത്. ആ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ആ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ലോകമാണ്. അങ്ങനെ പോകുമ്പോൾ അതിൽ ആക്ടേഴ്സ് ആരാണ്? നമ്മൾ ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും. അപ്പം ദൈവം തന്റെ മഹത്വത്തെയും ജ്ഞാനത്തെയും നമ്മോട് ഓരോ ദിവസങ്ങളും തലമുറയായി അറിയിക്കുമ്പോൾ ദൈവം അറിയിക്കുന്ന ആ ജ്ഞാനത്തിന് അനുസരിച്ച് ഈ ലോകത്തിൽ നാം ആക്ടേഴ്സ് ആണ്, നാം ജീവിക്കുന്നവരാണ്. അപ്പോൾ നാം ആക്ടേഴ്സ് ആയതുകൊണ്ട് നാം ജീവിക്കുന്നത് കണ്ട് നമ്മെ കണ്ടിട്ട് മറ്റുള്ള മനുഷ്യരും അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ ബീയിങ്സും കർത്താവിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ നാം ദൈവത്തിന് വിശുദ്ധരുമായി ജീവിക്കണമെന്ന് ദൈവം തന്റെ ജ്ഞാനത്താൽ അനാദി നിർണയപ്രകാരം ആ ലോകസ്ഥാപനത്തിന് മുമ്പേ അത് നിർണയിച്ച കാര്യമാണ്. അത് ദൈവം ദൈവത്തിന്റെ ആ ഹിതത്തെ കുറിച്ച് ദൈവം നമ്മോട് അറിയിച്ചു. ആ ഹിതം അനുസരിച്ച് നമ്മെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് നടത്തുന്നു. ആ ജ്ഞാനം നമ്മൾ ഓരോ ദിവസവും സമ്പാദിക്കുന്നതിനനുസരിച്ച് നാം ഈ ലോകത്തിൽ വിശുദ്ധരായി, നിഷ്കളങ്ക മക്കളായി, വിശ്വസ്തരായി ജീവിക്കണമെന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ആയിത്തീരണമെങ്കിൽ നാമും അങ്ങനെ ജീവിക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളല്ല, പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യലേഖനത്തിൽ, മനുഷ്യർക്കും ദൂതന്മാർക്കും
കുത്തുകാഴ്ചയായി ഞങ്ങളെ നിർത്തിയിരിക്കുക. ദൂതന്മാർ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. കുത്തുകാഴ്ചയായി നിർത്തിയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നല്ലേ, സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കണമെന്ന്. ദൂതന്മാരും നമ്മളെ നോക്കണ്ടിരിക്കുക, നമ്മളെ അനുസരിക്കുന്നോന്ന് അല്ലെ. നമ്മൾ എന്തുകൊണ്ടാ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കണോന്ന് പറയുന്നത്? ക്രിസ്തുവാണ് നമ്മുടെ നാഥൻ അല്ലെ. ആ തലയ്ക്ക് കീഴിലായിരിക്കണമായിരിക്കണമേ. ഒരു ചെറിയ കാര്യം ദൈവം പറയാൻ പറഞ്ഞ് ചെയ്യെങ്കിൽ നമ്മൾ അനുസരിക്കണം. ദൂതന്മാർ മുഖാന്തരം അധീനത ലക്ഷ്യമുണ്ടായിരിക്കും. ദൂതന്മാരും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സമയമില്ലാത്ത അധികം വാക്യങ്ങൾ വായിക്കുന്നില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1:12 ദൈവദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. എന്തോ നമ്മുടെ രക്ഷയിലേക്ക്. ആ പണ്ടത്തെ പ്രവാചകന്മാർ അവരെ ആ രക്ഷയെക്കുറിച്ച് വിവരിച്ചുവെങ്കിൽ അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കിയ ദൈവത്തിന്റെ രക്ഷയുടെ പുറത്ത് ഈ ഒന്നുമില്ലാത്ത പാപിയെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീർന്ന അവസ്ഥയെക്കുറിച്ച് ദൂതന്മാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തീമത്തിയോസിന്റെ ലേഖനത്തിലെ പൗലോസ് തീമത്തിയോസിനോട് പറയുന്നുണ്ട്, 1 തീമത്തിയോസ് 5:21 നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം. ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി. ദൂതന്മാർ പലതിനും സാക്ഷികളാണ്. അപ്പം നാം നമ്മുടെ ജീവിതത്തെ കണ്ടിട്ട് ദൂതന്മാർ നോക്കിക്കൊണ്ടേയിരുന്നു. അത് അശുദ്ധാത്മാക്കളും അതുപോലെ തന്നെ ആ നല്ല ദൂതന്മാരും ഏഞ്ചലിക് ബീങ്സ് എല്ലാവരും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൂതന്മാര് സേവകാത്മാക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ ലാസറിന്റെയും ദരിദ്രന്റെയും കഥ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ. ഒരു വാക്യം മാത്രം വായിക്കാം. 16:22 ലൂക്കോസ് 16:22 ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാരെ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ദൂതന്മാര്. ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ നമ്മളവിടെ വായിക്കുന്നെങ്കിലും അന്ത്യകാലത്ത് ദൂതന്മാർക്കൊരു ശുശ്രൂഷയുണ്ട്. അവൻ ദൂതന്മാരെ അയച്ച് തന്റെ ദൂതന്മാരെ അയച്ച് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. മത്തായി സുവിശേഷം 13:39 വരെയുള്ള വാക്യങ്ങൾ. കളദുഷ്ടന്റെ പുത്രന്മാർ, അത് പിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവൻ അവന്റെ രാജ്യത്തിൽ നിന്ന് ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതുപോലെ തന്നെ മത്തായി 24-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, ദൂതന്മാരാൽ ചേർക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കണം. അപ്പം ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് ഇസ്രായേൽ മക്കളെ എണ്ണുവാനായിട്ട് പറഞ്ഞപ്പോഴേ ഗാദ് പ്രവാചകൻ വന്നിട്ട് ദൈവത്തിന് വിരോധമായിട്ടല്ലേ ദാവീദ് ചിന്തിച്ചത്. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു ദൈവത്തിന്റെ ന്യായവിധിയുടെ. അപ്പം ദാവീദ് എന്നാ പറഞ്ഞത്? ദൈവത്തിന്റെ കയ്യിൽ ഏൽക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ദൂതന്മാർക്ക് ദയയില്ല, ദൈവമാണ് ഈ കരുണയുള്ള ദൈവമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദയയില്ലാത്തവരാ ദൂതന്മാര്. അപ്പം ദൈവത്തിന്റെ കരുണയാലും നമ്മൾ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. ദൂതന്മാർ വാച്ചുകളും അധികാരങ്ങളും ഈ ലോകത്തുള്ള മനുഷ്യർ നമ്മെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കണം. ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മെ കാണുന്നത് ദൈവത്തിന്റെ ജനം എന്ന രീതിയിൽ എല്ലാവരും കാണണം. ക്രിസ്തുവിനെ പോലെ തന്നെ നാം ജീവിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. ദൂതന്മാരും ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ നോക്കുന്നുണ്ട്. നമുക്ക് രക്ഷയും വിശുദ്ധീകരണവും മാത്രമല്ലാതെ നമ്മെ ഓരോ സ്ഥലത്തും നമ്മെ ഓരോരുത്തരും ആക്കിയിരിക്കുന്നത് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ രീതിയിലായി തീരണം. ഈ വചനങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.